പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ തൂക്കുകയർ വിചാരണ കോടതി വിധി ശരിവെച്ച് ഹൈക്കോടതി. കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ ഹർജി തള്ളി ഹൈക്കോടതി. മകൾക്ക് നീതി കിട്ടിയെന്നും വിധി എത്രയും വേഗം നടപ്പാക്കണമെന്നും ജിഷയുടെ അമ്മ. സർക്കാർ നടപടിയിൽ തൃപ്തിയെന്നും ജിഷയുടെ അമ്മ പ്രതികരിച്ചു. മരിച്ചിട്ട് MA BA LLB ഒക്കെ വരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞാൽ നമ്മളത്രയും നമ്മളെപ്പോലും ഓർക്കാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അത്രയും നല്ലൊരു കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കേസ് എന്താവും എന്നുള്ളൊരു ജ്വരം നമുക്കെല്ലാം ആർക്കടെ വീട്ടിലുണ്ടായാലും നമുക്കുണ്ടാവും ഒരു ജ്വരം. നമ്മുടെ കുഞ്ഞുങ്ങൾ മോള് തിന്ന വേദന അവർ തിന്നണം. ഇത് കൊന്ന ആളെ തന്നെ അതായിരുന്നു എൻ്റെ. അതിനുവേണ്ടിയാണ് ഈ ഇത്രയും നാളിങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരുന്നത്. സർക്കാരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇന്ന് ഈ വിധി നമുക്ക് അനുകൂലമായതുകൊണ്ട് നല്ല സർക്കാർ വരുന്നു എന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുക. സത്യത്തിന്റെ വിജയമെന്ന പ്രോസിക്യൂഷൻ. ഇരയ്ക്ക് നീതി കിട്ടിയെന്നും പ്രോസിക്യൂഷൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വിധി തീർത്തും സന്തോഷപ്രദമാണ്. സമൂഹ മനസാക്ഷി ഞെട്ടിച്ചൊരു കൊലപാതകത്തിന് ഹൈക്കോടതി ആ വിധി ട്രയൽ കോടതിയുടെ വിധി ശരിവെക്കുക വഴി ട്രയൽ കോടതി കണ്ടെത്തിയ സത്യം ശരിയാണെന്ന് സ്ഥാപിക്കുകയും തന്നെയുമല്ല സമൂഹ മനസാക്ഷിക്ക് ഏറ്റവും വലിയ ഒരു ശക്തമായ ഒരു ക്രൂരമായ കൃത്യം തന്നെ ശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ കേസിൻ്റെ നടത്തിപ്പിൽ എന്നോടൊപ്പം സഹകരിച്ച ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ, അതുപോലെ അഡീഷണൽ പ്രോസിക്യൂട്ടർ എന്ന രാധാകൃഷ്ണൻ, ട്രയൽ കോർട്ട് അഡീഷണൽ പ്രോസിക്യൂട്ടർ രാധാകൃഷ്ണൻ, പിന്നെ കേസിൻ്റെ നടത്തിപ്പിൽ അന്നത്തെ ADGP എന്ന സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ള എല്ലാവിധ സഹായങ്ങളും ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം തുടർ നടപടിയില്ല. ഇനി വിധി നടപ്പാക്കുകയാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം.